ഹായ്, ഇന്ന് നമുക്കൊരു സർബത്ത് ഉണ്ടാക്കിയാലോ? നറുനീണ്ടി വെച്ചിട്ടുള്ള സർബത്ത് ഉണ്ടാക്കാം. നല്ല നാടൻ രീതിയിലുള്ള സർബത്ത്. അതിനായിട്ട് ആദ്യം തന്നെ നറുനീണ്ടി സംഘടിപ്പിക്കണ്ടേ. അത് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്കിന്ന് കുറച്ച് നറുനീണ്ടിയുടെ ചെടി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നറുനീണ്ടിയുടെ ചെടി. ഇതിൻ്റെ വേരാണ് നമ്മൾ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേര് മാത്രം എടുക്കണം. ഇതിൻ്റെ വേര് മാത്രമാണ് സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ചെടിയാണ് സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഈ അടുത്തിടെയാണ് ഞാൻ അറിഞ്ഞത്. ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ തവണയാണ് ഞാനിത് സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നന്നായി കഴുകിയെടുത്ത വേര് നല്ലപോലെ കഴുകണം കേട്ടോ. നന്നായി കഴുകിയെടുത്ത വേര് നല്ലപോലെ ചതച്ചെടുക്കണേ. എന്നാൽ മാത്രമാണ് നമ്മൾ പഞ്ചസാര ലായനിലിട്ട് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ സത്ത് നല്ലപോലെ ഇറങ്ങി വരുള്ളൂ. അപ്പം നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനു വേണ്ടി വേര് ആദ്യം തന്നെ ചതച്ചത് മാറ്റി വയ്ക്കുക. ഈ വേര് ചതച്ചപ്പോഴേക്കും ചെറുതായിട്ട് സർബത്തിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ചതച്ച വേര് ഇടുക. 1 കപ്പ് പഞ്ചസാര, മധുരത്തിന് വേണമെങ്കിൽ കൂട്ടാൻ കേട്ടോ അളവ്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. അതിലേക്ക് തിളപ്പിക്കാൻ ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. വേണമെങ്കിൽ നമ്മൾ വേര് ചേർക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര കാരമൽ ചെയ്തിട്ടും നമുക്കിത് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സർബത്തിന് നല്ല ബ്രൗൺ കളർ കണ്ടിട്ടില്ലേ, അത് ഈ കാരമലൈസേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. ഞാനിവിടെ കാരമൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പഞ്ചസാര അത്ര നല്ലതല്ല. പിന്നെ ഇത് കരിക്കുകയും കൂടി ചെയ്യുന്നത് അത്രയ്ക്ക് നമുക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നോർമലായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകി ഒരു ബ്രൗൺ കളറുള്ള സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. കേടാവാതെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് സർബത്ത് ഉണ്ടാക്കി കുടിക്കാം. ആദ്യം തന്നെ കുറച്ച് കസ്കസ് കുതിർക്കാൻ വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കസ്കസ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. ആവശ്യത്തിന് വേണ്ട നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇടുക. പിന്നെ നമ്മൾ സർബത്ത് 2 or 3 നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് അളവിന് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഐസ് ഇടുക. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹോം മെയ്ഡ് സർബത്ത് അടിപൊളിയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും. ഇനി ആർക്കെങ്കിലും നറുനീണ്ടിയുടെ വേര് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ സർബത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ. പിന്നെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ആ പേടിയും വേണ്ട. ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റും. കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും.